ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുർസസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ചെറിയ റേറ്റ്, അതായത് 200 മുതൽ റേറ്റുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കാണിക്കുന്നത്. ഇനി കുറച്ച് പുതിയ വെറൈറ്റീസ് വരാനുണ്ട്. ഇപ്പം തൽക്കാലം ഉള്ള പ്ലാന്റുകളെ ഒരു ചെറിയ വീഡിയോ ഇട്ടതാണ്. പിന്നെ ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറും കാര്യങ്ങളും ചോദിച്ച് പല ആൾക്കാരും വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. പിന്നെ ഒന്നുകൂടി ഞാൻ പറയാണ്, ഇതിന് പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ആറ്റുമണലാണ്. ആറ്റുമണലും പിന്നെ പെർലൈറ്റും പിന്നെ എന്തെങ്കിലും കുറച്ച് വളങ്ങളും ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചും ചെറിയ പ്ലാന്റുകളൊക്കെ, അത്യാവശ്യത ഈ സൈസ് പ്ലാന്റുകളൊക്കെ ചെറിയ പോട്ടായിരിക്കും ഏറ്റവും നല്ലത്. 4 ഇഞ്ച് 5 ഇഞ്ച് പോട്ട്. പിന്നെ വലിയ വലിയ പ്ലാന്റുകളാണെങ്കിൽ ഒരു 6-7 ഇഞ്ച് പോട്ട് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ വാട്ടറിങ് ആണെങ്കിൽ അഗ്ലോണിമക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വെള്ളം തീരെ ആവശ്യമില്ല. ഒരു 3-4 ദിവസം കൂടുമ്പം പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഡ്രൈ ആകുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റു ചെടികൾക്ക് ഒഴിക്കുന്ന മാതിരി, റോസ് അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റിനൊക്കെ ഒഴിക്കുന്ന മാതിരി കൂടുതൽ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് ചീഞ്ഞു പോകും. പിന്നെ നമ്മൾ ഏറ്റവും വെക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡുള്ള ഭാഗത്താണ്. പ്രത്യേകിച്ചും നമ്മളെ സിറ്റ് ഔട്ടിൽ, അങ്ങനെ പോർച്ചിൽ, അങ്ങനെ ഒരു ഷെയ്ഡുള്ള, എന്നാൽ വെളിച്ചവും പ്രകാശമൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്ലാന്റുകൾ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. നമുക്ക് കുറേ കാലത്തേക്ക് അതിങ്ങനെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് കെയർ ചെയ്യണം. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നോക്കാം. വെള്ളീച്ച, അതുപോലെ ഇലപ്പേന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫസ്റ്റിൽ വരുമ്പോഴേ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ ഒന്നിന് വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ പ്ലാന്റുകൾക്കും അത് സ്പ്രെഡ് ചെയ്യും വേഗം. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ കെയറൊന്നും അഗ്ലോണിമ പ്ലാന്റ്സിന് ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് കാണിക്കുന്നത് 250ൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. പുതിയൊരു വെറൈറ്റീൻ്റെ ഒരു മീഡിയം സൈസ് തൈയാണിത്. 250ൻ്റെ ഐഡിയ എനിക്കറിയില്ല. ഇതും ഒരു പുതിയ വെറൈറ്റിയാണ്, ഐഡിയ അറിയില്ല. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ 250ൻ്റെ. അത്യാവശ്യം ഒന്നും സീഡ്ലിംഗ് അല്ല, ഈ ഒരു സൈസ് ഉണ്ടാവും, കണ്ടല്ലേ. ഒരു മീഡിയം സൈസ് പ്ലാന്റുകളാണ് എല്ലാം, നന്ന ചെറുതല്ല. പിന്നെ ഫയർ റെഡിൻ്റെ 250ൻ്റെ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഫയർ റെഡ്. പിന്നെ ഉള്ളത് ശ്യാം പാരഗൺ. ഇത് ചിലവർ ചോദിക്കലുണ്ട്, മറ്റേ വേറൊരു പ്ലാന്റ് ഉണ്ട് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അതല്ല. ശ്യാം പാരഗൺ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ലീഫ് നല്ല വൈറ്റിലേക്ക് വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ പിന്നെ സിറ്റ് ഔട്ടിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ റെഡ് വെറൈറ്റിയും സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഈ കാണുന്നമായി തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. 250 ആണ് കേട്ടോ ഇതിന് റേറ്റ്. ഇതും 250ൻ്റെ ആണ്, കണ്ടില്ലേ. ഇത് 200ൻ്റെ പ്ലാന്റാണ് കേട്ടോ, അതിൻ്റെ അത്ര തന്നെ ഇല്ല. ഇതൊരു റെഡ് വെറൈറ്റിയാണ്, റെഡ് ബ്യൂട്ടി എന്ന് പറയും. 250ൻ്റെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഉള്ളത് അത് തന്നെയാണ്, റെഡ് ബ്യൂട്ടീൻ്റെ കുറച്ചുകൂടി ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ 250ൻ്റെ. ഇത് ഫയർ റെഡിൻ്റെ പ്ലാന്റാണ്, 200 ആണ് കേട്ടോ ഇതിന് റേറ്റ്. ഇത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റാണ്, അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഗോൾഡൻ ലിപ്സ്റ്റിക്ക്. 200 ആണ് റേറ്റ്. അതുപോലെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ഗ്രീൻ വാലി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, 200 ആണ് കേട്ടോ ഇതിന് റേറ്റ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിന്നുള്ള പ്ലാന്റുകളൊക്കെ പിന്നെ പുതിയ നല്ല വെറൈറ്റീസൊക്കെ ആണ്. 350-300 റേറ്റ് ഉള്ളതാണ് കേട്ടോ. ഇത് പിങ്ക് സുക്സോമിൻ്റെ വലിയ പ്ലാന്റാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്, പിങ്ക് സുക്സോമിൻ്റെ. ഇതും അതന്നാണ് കേട്ടോ, 350 ആണ് ഇതിന് റേറ്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് തായ് ഫ്രോസിൻ്റെ 380 സൈസുള്ള പ്ലാന്റാണ്. തായ് ഫ്രോസിൻ്റെ 380ൻ്റെ പ്ലാന്റാണ്. ഇതും പിങ്ക് കൊച്ചിൻ പിങ്കിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് വലിയ പ്ലാന്റാണ്, കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് 350ൻ്റെ. ഇത് പിങ്ക് വാലന്റൈൻ എന്ന് പറയും, അതിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. 350 ആണ് ഈ റേറ്റ്. പിന്നെ ഉള്ളത് ബ്ലാക്ക് മെറൂൺ ആണ് കേട്ടോ. ബ്ലാക്ക് മെറൂണ് ഇത് ഫുൾ പോട്ടാണ്, 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ്. ഇങ്ങനെ വാങ്ങണമെങ്കിൽ ഇങ്ങനെ വാക്കാം. ഇതിന്റെ ഒരു ഷൂട്ടിന് 280 ആണ് കേട്ടോ റേറ്റ്. ഒരു ഷൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷൂട്ട് ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. കണ്ടില്ല, ഈ ഒരു ഷൂട്ട് ഉണ്ടാവും, രണ്ട് ഷൂട്ടായി നിൽക്കുന്നതേ ഉള്ളൂ.
പിന്നുള്ളത് വൈറ്റ് ലക്കാച്ചിൻ്റെ വലിയ പ്ലാന്റ് ആണ്. ഇത് പൊന്തിക്കാൻ കഴിയില്ല, അത്രയ്ക്കും വലിയ പ്ലാന്റ് ആണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 300 ആണ് കേട്ടോ ഇതിന് റേറ്റ്. പിന്നെ പോത്തോങ്ങിൻ്റെ പ്ലാന്റ് ഉണ്ട്. പോത്തോങ് ബുഷി പോട്ട് ഉണ്ട്. പിന്നെ അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ആവശ്യപ്പെടാം. ഇത് 350 ആണ് കേട്ടോ. 2 ഷൂട്ട് ഉണ്ട് ഇതിൽ, കണ്ടില്ലേ? 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ്. ഇപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് ആവശ്യമുള്ളത് ഒന്നെങ്കിൽ ID പറയാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം. പിന്നെ നിങ്ങൾക്ക് പുതിയ വെറൈറ്റീസ് പ്ലാന്റുകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സേവ് ചെയ്യുക. എന്നിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ ഡെയിലി അപ്ഡേഷൻ ചെയ്യാറുണ്ട് പുതിയ പ്ലാന്റ്സ് വരുമ്പോൾ. അപ്പോൾ റയർ വെറൈറ്റീസ് ഒക്കെ ആകുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ മാത്രമൊന്നും പ്ലാന്റുകൾ ഉണ്ടാവില്ല. സ്റ്റാറ്റസ് വെക്കുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് അത് എടുത്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുള്ള പ്ലാന്റുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയാൽ മതി. ഓക്കെ. പിന്നുള്ളത് തായ് ഫ്രോസിൻ്റെ തന്നെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ബുഷിയായിട്ടുള്ള സിംഗിൾ ഷൂട്ട് തന്നെയാണ്, പക്ഷെ നല്ല ബുഷിയാണ് കേട്ടോ. 450 ആണ് ഇതിന് റേറ്റ്. പിന്നുള്ളത് കൊച്ചിൻ യെല്ലോൻ്റെ ഒരു വെറൈറ്റി ആണ്. 2 ഷൂട്ട് ഉണ്ട്. പിന്നെ 400 ആണ് കേട്ടോ ഇതിന് റേറ്റ്. ചെറുതാണ്, പക്ഷെ 2 ഷൂട്ടൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണിത്. പിന്നുള്ളത് പീച്ച് വെറൈറ്റി ആണ്. കൊച്ചിൻ പീച്ചിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടത്. ഇതിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണിത്. അതിൻ്റെ ചെറിയ സൈസ് ഉണ്ട്. 350 ആണ് ഇതിന് റേറ്റ്. കൊച്ചിൻ പീച്ചിൻ്റെ 350ൻ്റെ സൈസുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ. കണ്ടില്ലേ? അത്യാവശ്യം ഈ ഒരു സൈസാണ് ഉണ്ടാവുക. നന്ന ചെറുതല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റുകളാണ്. പിന്നുള്ളത് പീച്ചിൻ്റെ ബുഷി പോട്ടുകളാണ്. ഞാൻ നേരത്തെ 350 സൈസ് കാണിച്ചില്ലേ, അതിൻ്റെ ബുഷി പോട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ആവശ്യപ്പെടാം. റേറ്റ് കൂടുന്നേ ഉള്ളൂ. പിന്നെ കുങ്കും മജന്തൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു ബേബി ഷൂട്ടൊക്കെ ഉണ്ട് അതിന്. അതുപോലെ വൈറ്റ് ലെഗസി ഉണ്ട്. വൈറ്റ് ലെഗസി ഒക്കെ റേറ്റുള്ള പ്ലാന്റുകളാണ്. ബുഷി പോട്ടാണ് കേട്ടോ, സിംഗിൾ ഷൂട്ടില്ല. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് വൈറ്റ് ലെഗസി. അതുപോലെ റെഡ് സ്റ്റാർ ഡസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഷൂട്ടിന്, ഇതൊരു 2 ഷൂട്ടാണ്. ഇതിൻ്റെ ഒരു ഷൂട്ടിന് ഇതിൻ്റെ ഒരു ഷൂട്ടിന് 300 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതും കൊച്ചിൻ പീച്ചാണ്. പീച്ചിൻ്റെ പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ കൊച്ചിൻ പീച്ച്. അതുപോലെ ഇതും പിന്നെ കൊച്ചിൻ പീച്ചിൻ്റെ ബുഷി പോട്ടാണ്. പിന്നുള്ളത് കൊച്ചിൻ പിങ്ക് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ബുഷി പോട്ടാണ്. അതിൻ്റെ സിംഗിൾ ഷൂട്ട് 300 ആണ് കേട്ടോ റേറ്റ്. അതുപോലെ ഫയർ റെഡിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഫയർ റെഡ്. നേരത്തെ 250 റേറ്റ് കാണിച്ചില്ല, ഇതിൻ്റെ ബുഷി പോട്ടാണ്. പിന്നെ ഉള്ളത് പോത്തോങ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 450 ആണ്. നേരത്തെ ഞാൻ 350ൻ്റെ ഒരു പ്ലാന്റ് കാണിച്ചിരുന്നു. വലിയൊരു ഷൂട്ടിന് 450 ആണ് റേറ്റ്. ഇത് ബുഷി പോട്ടാണ്. അതുപോലെ പിങ്ക് വാലൻ്റൈൻ്റെ ഒരു ബുഷി പോട്ടാണ് കേട്ടോ ഇത്. ഇതും പീച്ചിൻ്റെ ബുഷി പോട്ടാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെ ID ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ID ചോദിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.